ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഞാൻ ഇന്ന് ഷെയർ ചെയ്യാൻ പോണത് ഒരു പാർട്ടി വെയർ ഫ്രോക്കിൻ്റെ കട്ടിങ്ങിൻ്റെ സ്റ്റിച്ചിങ്ങിൻ്റെ വീഡിയോ ആയിട്ടാണ്. ഡീറ്റെയിൽഡ് ആയിട്ടാണ് നമ്മൾ പറയുന്നത്. അപ്പോൾ ഫുള്ളായിട്ട് നിങ്ങൾ കാണുക, എന്നാൽ മാത്രമേ ഇത് കട്ട് ചെയ്യുന്നതും സ്റ്റിച്ച് ചെയ്യുന്നതും നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ. അപ്പം നമുക്ക് വീഡിയോയിലോട്ട് കടക്കാം. അതിനായിട്ട് ഞാനിവിടെ എടുത്തിരിക്കുന്നത് പ്ലെയിൻ നെറ്റും വർക്ക് നെറ്റുമാണ്. ലാവണ്ടർ ഷെയ്ഡിലാണ് വന്നേക്കുന്നത്. അതിനായിട്ട് ആദ്യം ഞാനിവിടെ സ്കർട്ട് പാർട്ടാണ് കട്ട് ചെയ്യുന്നത്. സ്കർട്ട് പാർട്ട് നമ്മൾ 15 ഇഞ്ച് ലെങ്തിൽ 1 ഇയർ ബേബിക്ക് വേണ്ടിയിട്ടാണ്. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ 15 ഇഞ്ച് ലെങ്തിലാണ് എടുത്തിരിക്കുന്നത്. എന്ന് വെച്ചാൽ ഫുൾ ലെങ്തോടുകൂടി നന്നായി വിരിവോടുകൂടി കിടക്കാൻ വേണ്ടിയിട്ടാണ് 15 ഇഞ്ച് ലെങ്തിൽ എടുത്തിരിക്കുന്നത്. അങ്ങനെ ഞാനിവിടെ 4 പീസ് ഇവിടെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. 6 പീസ് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. 6 പീസ് കട്ട് ചെയ്ത് വെച്ചേക്കുന്നത് ഒരു ലെയറിൽ 2 പീസ് വെച്ചാണ്. അങ്ങനെ 3 ലെയറായിട്ടാണ്. ലെയർ തട്ടല്ല, ഉള്ളിലേക്ക് 3 നെറ്റാണ് നമ്മൾ വെച്ച് കൊടുക്കുന്നത്. 3 തട്ട് ഇതായിട്ട്, എന്ന് വെച്ചാൽ നല്ല വിടുന്ന് നിൽക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ 3 എണ്ണമായിട്ടൊക്കെ വെച്ച് കൊടുക്കുന്നത്. അപ്പോൾ അതിന് ശേഷം നമുക്ക് ഫ്രണ്ടിലൊരു ഫ്രില്ല് വരുന്നുണ്ട് യോക്ക് പാർട്ടിൽ. അതിന് വേണ്ടിയിട്ടുള്ള പ്ലെയിൻ നെറ്റാണ് ഇവിടെ എടുക്കുന്നത്. അതിൻ്റെ ലെങ്ത് എന്ന് വെച്ചാൽ ബാക്കിലും ഫ്രണ്ടിലും കൂടി വരണം. അപ്പം അതിന് വേണ്ടി 20 ഇഞ്ച് ലെങ്തിലാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. ഇതുപോലെ 20 ഇഞ്ച് ലെങ്തിൽ നമുക്ക് മെറ്റീരിയൽ കട്ട് ചെയ്യാം. എന്നിട്ട് അതിൻ്റെ സെൻറ്റർ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കണം. എന്ന് വെച്ചാൽ ഫ്രണ്ടിൽ 2 സൈഡിലേക്കാണ് നമ്മൾ വെച്ച് കൊടുക്കുന്നത്. അപ്പോൾ അത് നിങ്ങൾ സ്റ്റിച്ച് ചെയ്യുമ്പോൾ മനസ്സിലാവും. ഇപ്പം നിങ്ങൾക്ക് മനസ്സിലാവില്ല, നമ്മൾ സ്റ്റിച്ച് ചെയ്ത് വരുമ്പോഴത്തേക്കും മനസ്സിലാവും. അപ്പം അതിന് ശേഷം നമുക്ക് പിന്നെ ചെയ്യാനുള്ളതെന്ന് വെച്ചാൽ സ്ലീവാണ്. സ്ലീവ് കൊടുക്കുന്നവർക്ക് സ്ലീവ് കൊടുക്കാം, ഇല്ലാത്തവർക്ക് വേണ്ട. ഇത് സ്ലീവ് ഫുൾ സ്ലീവ് ആയിക്കൊണ്ട് ഇലാസ്റ്റിക്കോട് കൂടിയാണ്. കൈക്കുഴിയൊന്നും കട്ട് ചെയ്യുന്നില്ല. കൈക്കുഴിയുടെ ഭാഗത്തൊക്കെ ഇലാസ്റ്റിക്കാണ് കൊടുക്കുന്നത്. അത് കട്ട് ചെയ്തു. ഇനി നമുക്ക് ബോഡി പാർട്ട് കട്ട് ചെയ്യണം. ബോഡി പാർട്ട് കട്ട് ചെയ്യാനായിട്ട് 10 ഇഞ്ച് ലെങ്തിലാണ് നമ്മൾ മെറ്റീരിയൽ എടുത്തിരിക്കുന്നത്. എന്നിട്ട് 10 ഇഞ്ച് ലെങ്തിൽ എടുത്തതിന് ശേഷം നമുക്കിവിടെ ഷോൾഡർ ഒന്ന് അടയാളപ്പെടുത്തി, നെക്ക് അടയാളപ്പെടുത്തി കൊടുത്ത് ഫുള്ളായിട്ട് ഷോൾഡർ അടയാളപ്പെടുത്തി കൊടുക്കാം. അതിനുശേഷം താഴേക്ക് കൈക്കുഴി അടയാളപ്പെടുത്തി, ഷോൾഡർ 4.5 ഇഞ്ചും കൈക്കുഴി 4.5 ഇഞ്ചുമാണ് കൊടുത്തിരിക്കുന്നത്. ബ്രസ്റ്റ് അളവ് 7.5, പിന്നെ ഷേപ്പ് 6.5 കൊടുത്തിരിക്കുന്നത്. 1 ഇയർ ബേബിക്കാണ്. അതുകൊണ്ട് നമുക്കിതുപോലൊന്ന് കട്ട് ചെയ്ത് മാറ്റാം. ഇതെല്ലാം അടയാളപ്പെടുത്തി കൊടുത്ത് ഇതുപോലൊന്ന് കട്ട് ചെയ്ത് മാറ്റാം. അതിനുശേഷം നമുക്ക് നെക്കൊന്ന് അടയാളപ്പെടുത്തി കൊടുത്ത് കട്ട് ചെയ്തെടുക്കണം. നെക്ക് ഞാനിവിടെ ഫ്രണ്ട് പാർട്ട് മാറ്റിയിട്ട് ഫ്രണ്ട് പാർട്ട് നമ്മളിവിടെ അടയാളപ്പെടുത്തി കൊടുത്ത് കട്ട് ചെയ്യുവാണ്. ഫ്രണ്ട് പാർട്ട് 2.5 ലെങ്ത് കൊടുത്തിരിക്കുന്നത്. വിഡ്ത്ത് 1.5. ഇതുപോലെ എന്നിട്ട് കട്ട് ചെയ്ത് മാറ്റാം. അതേപോലെ തന്നെ നമുക്ക് ബാക്ക് നെക്ക് കട്ട് ചെയ്തെടുക്കണം. ബാക്ക് നെക്ക് ഇച്ചിരി കയറിയിട്ടാണ് നമ്മൾ കട്ട് ചെയ്യുന്നത്. ഇതുപോലെ നമ്മൾ സിബ് പിടിപ്പിക്കാനുള്ളതിൻ്റെ ബാലൻസ് ആയിട്ടാണ് നമ്മൾ നെക്ക് കട്ട് ചെയ്യേണ്ടത്. എന്നിട്ട് ഇതുപോലെ നമുക്ക് ബാക്കിലേക്ക് ഒരു ഡോറി കൊടുക്കണം. അതിനുള്ളത് നമ്മളിവിടെ കട്ട് ചെയ്തെടുക്കുവാണ്. അതും വർക്ക് നെറ്റാണ് കട്ട് ചെയ്തെടുക്കുന്നത്. നമ്മൾ ബോഡി പാർട്ടും ഡോറിയൊക്കെ വർക്ക് നെറ്റിലാണ് ചെയ്തെടുക്കുന്നത്. അതിനുശേഷം നമുക്ക് ലൈനിങ് അറ്റാച്ച് ചെയ്യും. ലൈനിങ് കട്ട് ചെയ്യണം. ലൈനിങ് കട്ട് ചെയ്യാനായിട്ട് ഇതുപോലെ നമുക്ക് മടക്കിയിടാം. 4ആയിട്ട് മടക്കിയിട്ടതിന് ശേഷം നമ്മൾ 15 ആണല്ലോ സ്കർട്ട് പാർട്ടിൻ്റെ ലെങ്ത് എടുത്തത്. അതിനെക്കാട്ടി 1 ഇഞ്ച് കുറച്ചിട്ടാണ് നമ്മൾ ഇവിടെ ലൈനിങ്ങിൻ്റെ കട്ട് ചെയ്തെടുക്കുന്നത്. ലൈനിങ് ഇതുപോലെ 2 പീസ് നമ്മൾ കട്ട് ചെയ്തെടുക്കണം. 2 പീസാണ് നമ്മളിവിടെ കട്ട് ചെയ്തെടുക്കുന്നത്. ജോയിൻ ചെയ്തിട്ട് നമ്മളത് സ്റ്റിച്ച് ചെയ്യുവാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് 2 പീസ് ഇവിടെ കട്ട് ചെയ്യാം. അതിന് ശേഷം നമുക്ക് ബോഡി പാർട്ടിൻ്റെ ലൈനിങ്ങും കട്ട് ചെയ്തെടുക്കണം. കറക്റ്റായിട്ട് വെച്ച് നമ്മൾ ബോഡി പാർട്ടൊക്കെ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ആ മെറ്റീരിയൽ വെച്ച് കൊടുത്ത് കറക്റ്റായിട്ട് അത് ഫുള്ളായിട്ട് നമുക്ക് കട്ട് ചെയ്തെടുക്കുക. ഇതുപോലെ ഞാൻ സിബിനുള്ളത് കൊണ്ടാണ് ബാക്ക് പാർട്ട് ഇത്രയും എക്സ്ട്രാ എടുത്തിരിക്കുന്നത്. ഫ്രണ്ട് പാർട്ട് കുറച്ചും എടുത്തിരിക്കുന്നത്. ബാക്കിൽ നമ്മൾ സിബ് അറ്റാച്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ഇതുപോലെ നമുക്ക് വെച്ച് കട്ട് ചെയ്തെടുക്കാം. ഫുള്ളായിട്ട് കട്ട് ചെയ്തെടുക്കുക. ഇതുപോലെ ഫുള്ളായിട്ട് കട്ട് ചെയ്തെടുത്തതിന് ശേഷം നമുക്ക് സ്റ്റിച്ച് ചെയ്യാൻ തുടങ്ങാം. സ്റ്റിച്ച് ചെയ്യാൻ തുടങ്ങുമ്പോഴത്തേക്കും ആദ്യം നെക്കെല്ലാം അടിച്ചു മറിച്ചെടുക്കാം. ഫ്രണ്ട് പാർട്ട് ഇതുപോലെ എടുത്ത് വെച്ച് കറക്റ്റായിട്ട് വെച്ച് കൊടുക്കുക. എന്നിട്ടത് സ്റ്റിച്ച് ചെയ്തെടുക്കുക. സ്റ്റിച്ച് ചെയ്തെടുത്തിട്ട് ഇതുപോലെ കറക്റ്റായിട്ട് വെച്ച് അകവും പുറമൊക്കെ നോക്കി കറക്റ്റായിട്ട് വെച്ച് കൊടുത്തിട്ട് സ്റ്റിച്ച് ചെയ്തിട്ട് പിന്നെ ലൈനിങ്ങിൻ്റെ നെക്ക് നമ്മൾ കട്ട് ചെയ്ത് സ്റ്റിച്ച് ചെയ്തതിന് ശേഷമാണ് ലൈനിങ്ങിൻ്റെ നെക്ക് കട്ട് ചെയ്ത് മാറ്റുന്നത്. അതിന് ശേഷം നമുക്ക് അടിച്ചു മറിച്ചെടുക്കാം. കൊത്തൊക്കെ ഇട്ട് കൊടുത്ത് സാധാരണ നെക്കൊക്കെ അടിച്ചു മറിക്കുന്ന പോലെ തന്നെ നമുക്കിവിടെ അടിച്ചു മറിക്കാം. ഇത് ബാക്ക് നെക്കും നമുക്കതുപോലെ തന്നെ സ്റ്റിച്ച് ചെയ്തെടുക്കാം.
അതുപോലെ തന്നെ നമ്മളിവിടെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് വോയിസ് വ്യക്തമായിട്ട് കേൾക്കാൻ കഴിയുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല. എന്താണെന്ന് വെച്ചാൽ അപ്പുറത്ത് മദർസയാണ്, വീടിനോട് ചേർന്നാണ് മദർസ. അപ്പം മദർസയിൽ ക്ലാസ് നടക്കുന്ന ടൈമിലാണ് ഞാനിപ്പം റെക്കോർഡിങ് കൊടുക്കുന്നത്. എനിക്ക് ഇപ്പോഴേ ടൈം കിട്ടിയുള്ളൂ, അതുകൊണ്ടാണ്. അപ്പം നിങ്ങൾക്ക് വ്യക്തമായിട്ട് മനസ്സിലാവണമെന്ന് കരുതുന്നു. അപ്പോൾ ഇതുപോലെ നമുക്ക് കഴുത്തൊക്കെ ഒന്ന് കട്ട് ചെയ്ത് മാറ്റി അതൊന്ന് കൊത്തൊക്കെ ഇട്ട് കൊടുത്തിട്ട് നമുക്കത് അടിച്ച് മറിച്ചെടുക്കണം. എൻ്റെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുതും. ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കും. അടുത്തുള്ള ബെൽ ബട്ടൺ അമർത്തുകയാണെങ്കിൽ ഞാൻ ഇതുപോലെ ഇടുന്ന വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് കാണാവുന്നതാണ്. അപ്പോൾ ഇതുപോലെ നമുക്കൊന്ന് നെക്കൊന്ന് അടിച്ച് മറിച്ചെടുക്കുവാണ് ഞാനിവിടെ. അതിനുശേഷം ബാക്ക് നെക്കും നമ്മൾ ബാക്കിൽ സിബ് അറ്റാച്ച് ചെയ്യാനുള്ളത് നമ്മൾ ഇതുപോലെ ഒന്ന് അടിച്ചിട്ട് വേണം അത് മറിച്ചെടുക്കാനായിട്ട്. ഇതുപോലെ ബാക്ക് നെക്ക് നമുക്കൊന്ന് മറിച്ചെടുക്കുന്നതിന് മുമ്പായിട്ട് നമുക്ക് ഒന്ന് ഷോൾഡർ നമ്മൾ യോജിപ്പിച്ചെടുക്കണം. അതിന് മുമ്പായിട്ട് നമുക്കിവിടെ ലൈനിങ് ഒന്ന് 2 പീസും കൂടെ ഒരുമിച്ച് വെച്ചൊന്ന് അടിച്ചെടുക്കണം. ഇതുപോലെ കറക്റ്റായിട്ട് വെച്ച് 2 സൈഡും ഒരുമിച്ച് വെച്ച് കൊടുത്ത് ലൈനിങ് ഒന്ന് അടിച്ചെടുക്കുക. നമുക്ക് കൈക്കുഴി ഒന്ന് അടിച്ച് മറിച്ചെടുക്കണം. അത് എനിക്ക് കാണിക്കാൻ കഴിഞ്ഞില്ല. 2 ഫ്രണ്ട് പാർട്ടിൻ്റെ ബാക്ക് പാർട്ടിൻ്റെ കൈക്കുഴി ഒന്ന് അടിച്ച് മറിച്ചെടുക്കുക. അതിനുശേഷമാണ് നമ്മൾ ഷോൾഡർ അറ്റാച്ച് ചെയ്ത് കൊടുക്കുന്നത്. ഇതുപോലെ കറക്റ്റായിട്ട് വെച്ച് കൈക്കുഴി ഒന്ന് അടിച്ചു കൊടുക്കുക. കൈക്കുഴി അടിച്ചതിന് ശേഷം നമ്മൾ സാധാരണ നെക്കൊക്കെ അടിച്ചു മറിക്കുന്നതുകൊണ്ട് മറിച്ചെടുത്താൽ മാത്രം മതി. അതിനുശേഷം നമുക്ക് ലൈനിങ്ങിൻ്റെ താഴ്ഭാഗം ഒന്ന് ചെറുതായിട്ട് മടക്കി അടിച്ചു കൊടുക്കണം. ചെറുതായിട്ട് മടക്കി അടിച്ചു കൊടുത്താൽ മതി. അതിൽ നമുക്ക് ഒരു മെറ്റീരിയൽ വെക്കാനുണ്ട്. ഇതുപോലെ ഫുള്ളായിട്ട് നമുക്ക് ചെറുതായിട്ട് മടക്കി അടിച്ചു കൊടുക്കാം. അതായത് ചുറ്റിനും ഞാനിതുപോലെ ചെറുതായിട്ട് മടക്കി അടിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇവിടെ നമ്മൾ സ്കർട്ട് പാർട്ടിനെടുത്ത് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന മെറ്റീരിയലെല്ലാം നമുക്ക് എടുക്കാം. ഞാൻ ഈ പറഞ്ഞുകൊണ്ട് നമുക്ക് 6 എണ്ണം ഉണ്ട്. 2 എണ്ണം തമ്മിൽ യോജിപ്പിച്ചെടുക്കാം. നമുക്ക് അങ്ങനെയാണ് ഇത് ചെയ്യേണ്ടത്. 2 എണ്ണം യോജിപ്പിച്ചെടുത്തിട്ട് നിങ്ങൾക്ക് ലാസ്റ്റ് മനസ്സിലാവും നമ്മൾ അതെങ്ങനെയാണ് പ്രില്ലിട്ട് കൊടുക്കുന്നതെന്ന്. ലാസ്റ്റ് വരെ കണ്ടാൽ മാത്രമേ ഞാൻ ഈ പറഞ്ഞുകൊണ്ട് ലാസ്റ്റ് വരെ കണ്ടാൽ മാത്രമേ ഇതിൻ്റെ ഫുൾ സ്റ്റിച്ചിങ് നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ. ഇതുപോലെ ഞാനിത് ഫുള്ളായിട്ട് 2 സൈഡും സ്റ്റിച്ച് ചെയ്തെടുക്കുകയാണ്. 2 പീസ് എടുത്ത് വെച്ചിട്ട് അത് ഫുള്ളായിട്ട് ഞാനിവിടെ സ്റ്റിച്ച് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്രണ്ട് പാർട്ടും ബാക്ക് പാർട്ടും കൂടെ തമ്മിൽ യോജിപ്പിച്ചെടുക്കണം. ഷോൾഡർ തമ്മിൽ യോജിപ്പിച്ചെടുക്കണം. അതിനായിട്ട് ബാക്ക് പാർട്ട് ഇതുപോലെ കറക്റ്റായിട്ട് എടുത്ത് വെച്ചിട്ട് അതിൻ്റെ ഉള്ളിൽ കൂടി വേണം നമ്മൾ ഫ്രണ്ട് പാർട്ട് ഇതുപോലെ വെച്ച് കൊടുക്കാൻ. ഞാൻ ഈ കാണിക്കുന്നത് നിങ്ങൾ വ്യക്തമായിട്ട് കാണുക. ഇതുപോലെ കറക്റ്റായിട്ട് വെച്ച് കൊടുക്കുക. വെച്ച് കൊടുത്ത് അത് സ്റ്റിച്ച് ചെയ്തെടുക്കാം. 2 ഷോൾഡറും ഇതുപോലെ തന്നെ സ്റ്റിച്ച് ചെയ്തെടുക്കുക. ഒരു ഷോൾഡർ ഞാൻ വെച്ചിട്ടുണ്ട്. അടുത്ത ഷോൾഡറൂടെ വയ്ക്കുമ്പോഴത്തേക്ക് കറക്റ്റായിട്ട് നമ്മൾ നോക്കണം എല്ലാം കറക്റ്റായിട്ടാണോ വരുന്നതെന്ന്. അല്ലെങ്കിൽ നമ്മൾ മറിച്ചെടുക്കുമ്പോൾ കറക്റ്റായിട്ട് കിട്ടൂല. ഇതുപോലെ കറക്റ്റായിട്ട് വെച്ച് കൊടുത്ത് സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഇതുപോലെ വരും. നമ്മൾ കറക്റ്റിന് വെച്ച് കൊടുക്കുക. കറക്റ്റിന് വെച്ച് കൊടുത്തിട്ട് നമ്മളത് സ്റ്റിച്ച് ചെയ്തിട്ട് മറിച്ചെടുക്കുമ്പോൾ അത് കറക്റ്റായിട്ട് വരും. ഷോൾഡർ സ്റ്റിച്ചിങ്ങിന് നമ്മൾ ഒട്ടും പുറത്തേക്ക് കാണൂല. എല്ലാം ഉള്ളിലേക്കായിരിക്കും പോകുന്നത്. സ്റ്റിച്ചിങ് എല്ലാം ഇതുപോലെ വരും. ഇതുപോലെ മറിച്ചെടുക്കുക. നമുക്കൊന്ന് മറിച്ചെടുക്കുമ്പോഴത്തേക്കും ഒട്ടും പുറത്തേക്ക് സ്റ്റിച്ചിങ് എല്ലാം ഉള്ളിലേക്കാണ് പോയേക്കുന്നത്. ഇതുപോലെയാണ് വരുന്നത്. എന്നിട്ട് ഇനി നമുക്ക് ചെയ്യാനുള്ളതെന്ന് വെച്ചാൽ സിബ് അറ്റാച്ച് ചെയ്ത് കൊടുക്കണം. ഇൻവിസിബിൾ സിബ്ബാണ്. ഇതിനു മുമ്പുള്ള ഒരുപാട് വീഡിയോസിൽ നമ്മൾ കാണിച്ചിട്ടുണ്ട് ഇൻവിസിബിൾ സിബ് വളരെ വേഗത്തിൽ എങ്ങനെ ചെയ്തെടുക്കുക എന്നുള്ളത്. അപ്പം നമ്മൾ ഫൂട്ടൊക്കെ മാറ്റി കൊടുത്തിട്ടുണ്ട്. 1 സൈഡ് ഫൂട്ടൊക്കെ കൊടുത്തിട്ടുണ്ട്. അതിന് ശേഷം സിബ് ഇതുപോലെ കറക്റ്റായിട്ട് വെച്ച് കൊടുത്തിട്ട് നമുക്കത് സ്റ്റിച്ച് ചെയ്തെടുക്കുക. ഒരു സൈഡിൽ നിന്ന് ഇതുപോലെ കറക്റ്റായിട്ട് താഴേക്ക് സ്റ്റിച്ച് ചെയ്ത് കൊണ്ടുവരിക. താഴേന്ന് കൊണ്ടുവന്നിട്ട് അവിടെ നിന്നും തിരിച്ച് നമ്മൾ സ്റ്റിച്ച് ചെയ്യുമ്പോഴത്തേക്ക് ടീത്തിനോട് ചേർത്ത് വേണം സ്റ്റിച്ച് ചെയ്യാനായിട്ട്. ഇതുപോലെ ടീത്ത് ഇങ്ങനെ അകത്തി കൊടുത്തിട്ട് വേണം ആ ടീത്തിനോട് ചേർത്ത് കൊടുത്ത് നമ്മളത് സ്റ്റിച്ച് ചെയ്തെടുക്കണം. അപ്പോഴേ ഒട്ടും പുറത്തേക്ക് കാണാത്ത രീതിയിൽ ചെയ്തെടുക്കാൻ കഴിയുള്ളൂ. ഇതുപോലെ ഒരു സൈഡ് നമ്മൾ ചെയ്തെടുത്തിട്ടുണ്ട്. അടുത്ത സൈഡ് നമുക്കിതുപോലെ കറക്റ്റായിട്ട് ചെയ്തെടുക്കാം. ഇതുപോലെ വെച്ച് കൊടുത്തിട്ട് ഇങ്ങനെ ക്ലോസ് ചെയ്ത് നോക്കുക. ക്ലോസ് ചെയ്ത് നോക്കിയിട്ട് നമുക്ക് അടുത്ത പീസ് കൂടെ ഇതുപോലെ കറക്റ്റായിട്ട് വെച്ച് കൊടുക്കുക. കറക്റ്റായിട്ട് വെച്ച് കൊടുത്ത് നമുക്കതും സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഇതുപോലെ കറക്റ്റായിട്ട് വെച്ച് കൊടുക്കണം. കറക്റ്റായിട്ട് വെച്ച് കൊടുത്തിട്ട് അത് ഓപ്പൺ ചെയ്യുക. ഓപ്പൺ ചെയ്ത് കൊടുത്തിട്ട് നമുക്ക് കറക്റ്റായിട്ട് ഇതുപോലെ വെച്ച് കൊടുത്ത് ഇങ്ങനെ നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഇതുപോലെ വെച്ച് കൊടുത്ത് നമുക്കത് സ്റ്റിച്ച് ചെയ്തെടുക്കണം. ഇതുപോലെ അരികത്തുകൂടി ആദ്യം ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് സിബ് ചേർത്ത് വെച്ചൊന്നുകൂടി സ്റ്റിച്ച് ചെയ്തെടുക്കണം.
ഇതുപോലെ ടീത്തൊന്ന് അകത്തി കൊടുക്കുക. അകത്തി കൊടുത്തിട്ട് ചേർത്ത് വെച്ച് നമുക്കത് സ്റ്റിച്ച് ചെയ്തെടുക്കാം. അത് വൺ സൈഡ് പ്രഷർ ഫുട്ട് ഉപയോഗിച്ചാൽ മാത്രമേ നമുക്ക് അങ്ങനെ ചെയ്തെടുക്കാൻ കഴിയുള്ളൂ. ഇതുപോലെ ഞാനിവിടെ സിബ് അറ്റാച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. വളരെ വേഗത്തിൽ തന്നെ വളരെ സിമ്പിളായിട്ട് ചെയ്തെടുക്കാൻ. ഒട്ടും സിബ് പുറത്തേക്കേ കാണൂല. നമ്മൾ സിബ് അറ്റാച്ച് ചെയ്തു എന്ന് തന്നെ തോന്നൂല. അതിന് ശേഷം നമുക്ക് ഇത് സ്ലീവാണ്. സ്ലീവിൻ്റെ താഴ്ഭാഗം ഒന്ന് ചെറുതായിട്ട് മടക്കി സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. മടക്കി സ്റ്റിച്ച് ചെയ്ത് കൊടുത്തിട്ട് 1 ഇഞ്ച് മുകളിലേക്ക് കയറ്റിയിട്ട് ഇതുപോലെ ഇലാസ്റ്റിക് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. ഇലാസ്റ്റിക് വലിച്ചു പിടിച്ച് നമ്മളത് സ്റ്റിച്ച് ചെയ്തെടുക്കണം. ഇതുപോലെ കറക്റ്റായിട്ട് വലിച്ചു പിടിച്ച് സ്റ്റിച്ച് ചെയ്തെടുക്കുക. 2 സ്ലീവും ഇതുപോലെ തന്നെ ചെയ്തെടുക്കുക. എന്നിട്ട് നമുക്കിതാ ഇതുപോലെ ഫുള്ളായിട്ട് ഞാൻ വലിച്ച് പിടിച്ച് പിന്നെ ഇലാസ്റ്റിക് അറ്റാച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. സ്ലീവിൻ്റെ താഴ്ഭാഗത്ത് ഇതുപോലെ കറക്റ്റായിട്ട് വെച്ച് കൊടുത്ത് സ്റ്റിച്ച് ചെയ്തതിന് ശേഷം ഇലാസ്റ്റിക് സ്റ്റിച്ച് ചെയ്തതിന് ശേഷം നമ്മൾ മുകളിലും ഇലാസ്റ്റിക് സ്റ്റിച്ച് ചെയ്യാനുണ്ട്. മുകൾ ഭാഗത്തും ഇതുപോലെ കൈക്കുഴി ഒന്നും കട്ട് ചെയ്തിട്ടില്ല. അപ്പോൾ ഇതുപോലെ നമുക്കൊന്ന് ഇലാസ്റ്റിക് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. കറക്റ്റായിട്ട് വെച്ച് ഇതുപോലെ വലിച്ച് പിടിച്ച് മുകളിലും നമ്മൾ ഇലാസ്റ്റിക് തന്നെയാണ് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നത്. അത് നമ്മൾ ലാസ്റ്റ് വരുമ്പോഴേ ഇതിൻ്റെ ഫൈനൽ ലുക്ക് നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ. 2 സ്ലീവിലും ഇങ്ങനെ തന്നെ ചെയ്തെടുക്കാം. ഇതുപോലെ കറക്റ്റായിട്ട് വെച്ച് കൊടുത്ത് നമുക്ക് 2 സ്ലീവും അങ്ങനെ തന്നെ ചെയ്തെടുക്കാം. സ്ലീവ് 2ഉം അതുപോലെ സ്റ്റിച്ച് ചെയ്തതിന് ശേഷം നമുക്ക് പിന്നെ ചെയ്യാനുള്ളതെന്ന് വെച്ചാൽ ഇത് ബോഡി പാർട്ടുമായിട്ട് അറ്റാച്ച് ചെയ്യുകയാണ് ചെയ്യുന്നത്. അറ്റാച്ച് ചെയ്യുമ്പോഴത്തേക്കും പിന്നെ ഇതുപോലെ കറക്റ്റായിട്ട് വെച്ച് കൊടുത്തിട്ട് താഴെയാണ് നമ്മൾ കൈക്കുഴിയുടെ താഴ്ഭാഗത്ത് ഇതുപോലെ ഒരു 3 ഇഞ്ച് വരാൻ പാകത്തിന് കറക്റ്റായിട്ട് വെച്ച് കൊടുക്കുക. കറക്റ്റായിട്ട് വെച്ച് കൊടുത്തിട്ട് നമ്മളത് സ്റ്റിച്ച് ചെയ്തെടുക്കുകയാണ് ചെയ്യേണ്ടത്. ഇതുപോലെ കൈക്കുഴിയുടെ താഴ്ഭാഗത്ത് 3 ഇഞ്ച് വരാൻ പാകത്തിന് നമുക്കിതുപോലെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. ഞാൻ മുകളിൽ നിന്ന് ഒരു സ്റ്റിച്ചിങ് കൊടുക്കുന്നതാണ്. എന്നിട്ട് 3 ഇഞ്ച് വരുമ്പോഴത്തേക്കുമാണ് നമ്മൾ ഈ മെറ്റീരിയൽ ഇലാസ്റ്റിക് കൊടുത്തതിൻ്റെ താഴ്ഭാഗത്താണ് നമ്മളിതുപോലെ കൊടുക്കേണ്ടത്. ഇതുപോലെ നമുക്ക് കൊടുക്കാം. അടുത്ത സൈഡും കറക്റ്റായിട്ട് നമുക്ക് ചെയ്ത് കൊടുക്കാം. ഇതുപോലെ ഒന്ന് സൈഡ് കൂടി സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. സ്റ്റിച്ച് ചെയ്ത് കൊടുത്തതിന് ശേഷം ഇതുപോലെ 3 ഇഞ്ച് വരാൻ പാകത്തിന് നമുക്കത് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. അടുത്ത സൈഡും സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. അപ്പോൾ കറക്റ്റായിട്ട് വന്നോളും. ഇതുപോലെ 2 സ്ലീവും നമുക്ക് ചെയ്തെടുക്കാം. ഇതുപോലെ വരും. ഞാനിവിടെ 2 സ്ലീവ് അതുപോലെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. സ്റ്റിച്ച് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും ഇതുപോലെയാണ് വരുന്നത്. നമുക്ക് ഇനി ചെയ്യാനുള്ളത് ഫ്രണ്ടിൽ ഫ്രില്ല് പിടിപ്പിക്കാനാണ്. അതിൻ്റെ സെൻറ്റർ ഒന്ന് ഇതുപോലെ കറക്റ്റായിട്ട് മടക്കി കൊടുത്തിട്ടൊന്ന് കൊത്തിട്ട് കൊടുക്കുക. സെൻറ്റർ അറിയാൻ വേണ്ടിയിട്ടാണ്. സെൻറ്റർ ഭാഗം നമ്മൾ ഷോൾഡറിലേക്കാണ് കൊടുക്കുന്നത്. ഷോൾഡറിൽ ഇതുപോലെ കറക്റ്റായിട്ട് വെച്ച് കൊടുത്തിട്ട് നമ്മൾ ഇതുപോലെ ചെറിയ ഫ്രില്ലിട്ട് കൊടുക്കുകയാണ്. ഇങ്ങനെ ചേർത്ത് നമ്മൾ ഫ്രില്ലിട്ട് കൊടുക്കണം. ഇതുപോലെ ഫ്രില്ലിട്ട് കൊടുക്കണം. ചേർത്ത് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. അതുപോലെ 2 ഷോൾഡറിൽ നമ്മൾ ചെയ്തെടുക്കുക. ഇതുപോലെ വെച്ച് കൊടുത്തിട്ട് നമ്മൾ ആ നെറ്റിൻ്റെ മെറ്റീരിയലിൻ്റെ സെൻറ്റർ ഭാഗം ഇതുപോലെ ചേർത്ത് എടുത്തിട്ട് ഫ്രില്ല് പോലെ ഇതുപോലെ എടുത്ത് കൊടുത്തിട്ട് നമ്മൾ അതിലേക്ക് വെച്ച് സ്റ്റിച്ച് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഇതുപോലെ കറക്റ്റായിട്ട് വെച്ച് കൊടുക്കുക. എന്നിട്ട് ആ ഷോൾഡറിൻ്റെ ഭാഗത്തേക്ക് ഇതുപോലെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. ഇതുപോലെ വരും. ഇതുപോലെ കറക്റ്റായിട്ട് വെച്ച് കൊടുത്ത് സ്റ്റിച്ച് ചെയ്തെടുക്കാം. 2 ഷോൾഡറും ഞാനിവിടെ ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതുപോലെ കറക്റ്റായിട്ട് വെച്ച് നമുക്കത് സ്റ്റിച്ച് ചെയ്തെടുക്കാം. അത് 2 സ്റ്റിച്ച് ചെയ്തതിന് ശേഷം നമുക്ക് പിന്നെ താഴെ ഇതുപോലെ കറക്റ്റായിട്ട് സെൻറ്ററിൽ നിന്നും സ്റ്റിച്ച് ചെയ്യുന്നവർക്ക് സെൻറ്ററിൽ നിന്ന് സ്റ്റിച്ച് ചെയ്യാം. അല്ലെങ്കിൽ ലെവലായിട്ട് താഴേക്ക് ചുമ്മാ ഫ്രില്ല് വയ്ക്കുന്നവർക്ക് അങ്ങനെ ചെയ്യാം. ഞാനിവിടെ സെൻറ്ററിൽ നിന്നാണ് കൊടുക്കുന്നത്. ഇതുപോലെ ഞൊറിവ് നമ്മൾ കറക്റ്റായിട്ട് പിടിച്ചു കൊടുക്കുക. ഇതുപോലെ കറക്റ്റായിട്ട് പിടിച്ചു കൊടുത്തിട്ട് അത് ഫുള്ളായിട്ട് ഇതുപോലെ നമുക്ക് പിടിച്ച് സ്റ്റിച്ച് ചെയ്തെടുക്കാം. കറക്റ്റായിട്ട് വെച്ച് കൊടുക്കുക. കറക്റ്റായിട്ട് വെച്ച് കൊടുത്തിട്ട് നമുക്കിതുപോലെ വലിച്ചു പിടിച്ചു കൊടുക്കുക. ഇതുപോലെ നമ്മൾ കറക്റ്റായിട്ട് വരണം. ഒരു ചുളിവും ഇല്ലാത്ത രീതിയിൽ കറക്റ്റായിട്ട് വെച്ച് കൊടുത്ത് നമുക്കിത് സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഇതുപോലെ ഫ്രില്ലെല്ലാം കറക്റ്റായിട്ട് പിടിച്ചു കൊടുത്തിട്ട് അത് ഫുള്ളായിട്ട് നമുക്കത് സ്റ്റിച്ച് ചെയ്തെടുക്കാം. 2 സൈഡും ഫ്രണ്ടിലെ 2 സൈഡും സ്റ്റിച്ച് ചെയ്തെടുക്കുക. ബാക്കിലെ 2 സൈഡും ഇതുപോലെ തന്നെ കറക്റ്റായിട്ട് പിടിച്ചു കൊടുത്ത് നമുക്കത് സ്റ്റിച്ച് ചെയ്തെടുക്കാം. സെൻറ്റർ ഭാഗത്ത് എത്തുമ്പോഴടുത്ത് കൊണ്ടുവന്ന് നമ്മൾ ആ ഫ്രില്ല് നിർത്തുക. അടുത്ത ഫ്രില്ല് വീണ്ടും എടുക്കുക. അത് എന്നിട്ട് വീണ്ടും അതുപോലെ തന്നെ സ്റ്റിച്ച് ചെയ്ത് കൊണ്ടുവരിക അടുത്ത സൈഡിലേക്ക്. അങ്ങനെ ഫുള്ളായിട്ട് നമുക്കത് സ്റ്റിച്ച് ചെയ്തെടുക്കാം.
ഫ്രണ്ടിൽ നമ്മൾ ഇതുപോലെ ഒരു പടി കണക്ക് കൊടുക്കുന്നുണ്ട്. ഇത് നമ്മൾ വർക്ക് നെറ്റാണ് കൊടുക്കുന്നത്. ഒരു 2.5 ഇഞ്ച് വരാൻ പാകത്തിന് മടക്കിയിട്ട് വരുമ്പോഴത്തേക്കും 2.5 ഇഞ്ച് വരാൻ പാകത്തിനാണ് നമ്മളിവിടെ കൊടുത്തിരിക്കുന്നത്. ഇത് ഫ്രണ്ടിലാണ് നമ്മൾ കൊടുക്കുക. ഇതുപോലെ കറക്റ്റായിട്ട് വെച്ചിട്ട് നമുക്കത് ഫ്രണ്ടിൽ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് അതിൻ്റെ 2 സൈഡും നമ്മളൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കണം. കറക്റ്റായിട്ട് വെച്ച് 2 സൈഡും ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുക. 2 സൈഡും സ്റ്റിച്ച് ചെയ്തതിന് ശേഷം ഇതുപോലെ നമുക്ക് ബാലൻസ് വരുന്നതൊക്കെ കട്ട് ചെയ്ത് മാറ്റണം. 2 സൈഡും സ്റ്റിച്ച് ചെയ്തെടുത്തിട്ട് നമുക്ക് ബാലൻസ് വരുന്നത് കട്ട് ചെയ്ത് മാറ്റാം. ഇത് കറക്റ്റായിട്ട് വെക്കുക. ഒരു പൊളച്ചിലും വരാത്ത രീതിയിൽ കറക്റ്റായിട്ട് ലെവലാക്കി വെച്ചതിന് ശേഷം നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുക്കുക. ഇതുപോലെ കറക്റ്റായിട്ട് വലിച്ചു പിടിച്ച് നമുക്കത് സ്റ്റിച്ച് ചെയ്തെടുക്കാം. സ്റ്റിച്ച് ചെയ്തെടുത്തതിന് ശേഷം നമുക്ക് ഇനി ഡോറിയാണ് സ്റ്റിച്ച് ചെയ്യേണ്ടത്. ബാക്കിലേക്കുള്ള ഡോറി നമുക്കിവിടെ സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഇതുപോലെ ബാക്കിലേക്കുള്ള ഡോറി നമ്മളിവിടെ സ്റ്റിച്ച് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. കറക്റ്റായിട്ട് വെച്ച് നമുക്കതും സ്റ്റിച്ച് ചെയ്തെടുത്തിട്ട് അടിച്ച് മറിച്ച് കൊടുക്കുക. ഇതുപോലെ നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ട് അതിനെ മറിച്ച് കൊടുക്കണം. ഞാനിവിടെ 2 ഡോറിയും സ്റ്റിച്ച് ചെയ്തെടുക്കുകയാണ്. വീതിയുള്ള ഡോറിയാണ് നമ്മളിവിടെ സ്റ്റിച്ച് ചെയ്യുന്നത്. ഇതുപോലെ കറക്റ്റായിട്ട് മടക്കി ഒരു കോണിൽ നിന്നും കൊണ്ടുവന്ന് നിർത്തിയിട്ട് താഴേക്ക് വീണ്ടും സ്റ്റിച്ച് ചെയ്ത് കൊണ്ടുവരിക. എന്നിട്ട് നമ്മൾ 2 സൈഡിലും ഈ ഡോറി സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതിന് മുമ്പായിട്ട് നമുക്കിതൊന്ന് മറിച്ചെടുക്കണം. ഇതുപോലെ വളരെ സിമ്പിളായിട്ട്, വലിയ ഡോറി ആയതുകൊണ്ട് നമുക്ക് വളരെ സിമ്പിളായിട്ട് വളരെ വേഗത്തിൽ തന്നെ അത് മറിച്ചെടുക്കാൻ കഴിയും. ഇതുപോലെ ഞാനത് മറിച്ചെടുത്തിട്ടുണ്ട്. ഇതുപോലെ 2 മറിച്ചെടുത്തതിന് ശേഷം 2 സൈഡിലായിട്ട് നമ്മളത് കൊടുക്കണം. ബാക്കിലേക്ക് കെട്ടാനുള്ള ഡോറിയാണിത്. വലിച്ചു കെട്ടാൻ വേണ്ടിയിട്ട് ഷേപ്പിനിരിക്കാൻ വേണ്ടിയിട്ടുള്ളതാണ്. അത് നമ്മളിവിടെ ആദ്യം നമുക്ക് സ്ലീവിൻ്റെ താഴ്ഭാഗത്ത് നിന്നും ഇതുപോലെ ഒന്ന് മടക്കി സ്റ്റിച്ച് ചെയ്തുകൊണ്ട് വരാം. 2 സൈഡും നോർമലായിട്ട് നമ്മൾ സ്റ്റിച്ച് ചെയ്യുന്ന പോലെ തന്നെ സ്ലീവിൻ്റെ താഴെ നിന്ന് ഇതുപോലെ കറക്റ്റായിട്ട് വെച്ച് കൊടുത്ത് നമുക്കത് സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഇതുപോലെ കൊണ്ടുവരിക. താഴെ വരെ കൊണ്ടുവന്നിട്ട് താഴെ എത്തുമ്പോഴത്തേക്കും നമുക്ക് ഡോറി സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം. താഴെ എത്തിയപ്പോഴത്തേക്കും നമുക്കൊരു ഡോറി ഇവിടെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. കറക്റ്റായിട്ട് വെച്ച് കൊടുത്ത് ഡോറി ഞാൻ ഉള്ളിലേക്ക് വെച്ച് കൊടുക്കുകയാണ്. 2ൻ്റെ സെൻറ്റർ ഭാഗത്ത് ഇതുപോലെ ഡോറി വെച്ച് കൊടുത്ത് നമുക്കത് സ്റ്റിച്ച് ചെയ്തെടുക്കണം. കറക്റ്റായിട്ട് വെച്ച് സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഇനി നമുക്ക് ബോഡി പാർട്ടും സ്കർട്ട് പാർട്ടും കൂടി സ്റ്റിച്ച് ചെയ്തെടുക്കണം. ബോഡി പാർട്ടും സ്കർട്ട് പാർട്ടും കൂടിയിട്ട് സ്റ്റിച്ച് ചെയ്യുമ്പോഴത്തേക്കും ഇതുപോലെ ഫസ്റ്റ് മെറ്റീരിയൽ നമ്മൾ നെറ്റിൻ്റെ 6 പീസിൽ 2 പീസ് യോജിപ്പിച്ചെടുത്ത് 3 എണ്ണമാണ് നമുക്കിപ്പോൾ കിട്ടിയിരിക്കുന്നത്. ഒരു പീസ് നമുക്കിതുപോലെ കറക്റ്റായിട്ട് എടുത്ത് വെച്ച് ഫുള്ളായിട്ട് ചുറ്റിനും ഫ്രില്ലിട്ടെടുക്കുക. ഫുള്ളായിട്ട് നമുക്ക് അത് ഫ്രില്ലിട്ടെടുക്കാം. എന്നിട്ട് അടുത്ത പീസ് വീണ്ടും എടുത്ത് വെച്ച് നമ്മൾ വീണ്ടും ഫ്രില്ലിട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത്. എന്നിട്ട് വീണ്ടും അടുത്ത പീസ് വെച്ച് കൊടുത്ത് വീണ്ടും ഫ്രില്ലിട്ടെടുക്കും. പിന്നെ ലൈനിങ് വെച്ച് ഫ്രില്ലിട്ടെടുക്കും. അപ്പോഴാണ് നമുക്ക് നല്ല തിക്കായിട്ട് ഇരിക്കുകയുള്ളൂ. ഫ്രോക്ക് ബർത്ത്ഡേ ഫ്രോക്കാണ് നമ്മളിവിടെ സ്റ്റിച്ച് ചെയ്യുന്നത്. അപ്പം നന്നായിട്ട് വിരിഞ്ഞിരിക്കണം. നമ്മൾ ലൈനിങ് വരെ വെച്ച് കൊടുത്തിട്ട് ലൈനിങ്ങിൻ്റെ താഴ്ഭാഗത്ത് നമ്മളൊരു സാധനം വെക്കുന്നുണ്ട്. അത് ഞാനിപ്പോൾ കാണിച്ചു തരാം. സ്റ്റിച്ച് ചെയ്യുമ്പോഴത്തേക്കും കാണിച്ചു തരാം. അതിനുശേഷം അതിൻ്റെ ഉള്ളിലും നമ്മൾ സ്റ്റിഫ് നെറ്റ് വെച്ച് കൊടുക്കുന്നുണ്ട്. അതൊക്കെ എങ്ങനെയാണ് പിടിപ്പിക്കുന്നത് എന്നുള്ളത് ഞാൻ കാണിച്ചു തരാം. ഇതുപോലെ ഒരു നെറ്റ് വെച്ച് കൊടുത്തു. അടുത്ത നെറ്റ് വീണ്ടും നമ്മൾ വെച്ച് കൊടുക്കുകയാണ് സ്കർട്ട് പാർട്ടിലേക്കുള്ളത്. ഇതുപോലെ കറക്റ്റായിട്ട് വെച്ച് കൊടുത്ത് അത് ഫ്രില്ലിട്ട് കൊടുക്കുക. ഫുള്ളായിട്ട് ഫ്രില്ലിട്ട് കൊടുക്കുക. ചുറ്റിനും ഫ്രില്ലിട്ട് കൊടുത്തതിന് ശേഷം രണ്ടാമത്തെയാണ് നമ്മളിപ്പോൾ പിടിപ്പിക്കുന്നത്. അതിനുശേഷം മൂന്നാമത്തെയും പിടിപ്പിച്ച് കൊടുത്തു. പിന്നെ ലൈനിങ് അറ്റാച്ച് ചെയ്ത് കൊടുക്കണം. ലൈനിങ് അറ്റാച്ച് ചെയ്ത് കൊടുക്കുന്നതിന് മുമ്പായിട്ട് ലൈനിങ്ങിൻ്റെ താഴെ ഞാൻ പറഞ്ഞത് ഈ സാധനമാണ് നമുക്ക് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാനായിട്ട്. ഇത് പിടിപ്പിക്കുമ്പോഴത്തേക്കും നമ്മൾ ലൈനിങ് ഇങ്ങനെ വിടുന്ന് നിന്നോളും. നല്ല ഇതായിട്ട് നിന്നോളും. നന്നായിട്ട് ഒരു സ്റ്റിഫ് ഉണ്ടാവും. അതിന് വേണ്ടിയിട്ടാണ് ലൈനിങ്ങിൻ്റെ താഴെ ഇത് കൊടുക്കുന്നത്. നമ്മൾ ലൈനിങ്ങിലും കൊടുക്കുന്നുണ്ട്, നെറ്റുകളിലൊക്കെ കൊടുക്കുന്നുണ്ട്. പല മോഡലിൽ ഇത് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇത് വെച്ചിട്ട് ഇതുപോലെ കറക്റ്റായിട്ട് വെച്ച് നമുക്ക് ലൈനിങ്ങിൻ്റെ താഴെ ഇത് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. ഇതുപോലെ നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കൊണ്ടുവരിക. ഫുള്ളായിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊണ്ടുവന്നിട്ട് ഒരു സൈഡ് സ്റ്റിച്ച് ചെയ്തിട്ട് അടുത്ത സൈഡും ഇതുപോലെ കറക്റ്റായിട്ട് വെച്ച് കൊടുത്ത് നമുക്കത് സ്റ്റിച്ച് ചെയ്തെടുക്കാം. 2 സൈഡും ഞാൻ ഇതുപോലെ കറക്റ്റായിട്ട് വെച്ച് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. നമുക്കിതുപോലെ വെച്ച് ഫുള്ളായിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കുക. അപ്പം നല്ല ഇതായിട്ട് ഇരുന്നോളും. നന്നായിട്ട് വിടുന്നിരുന്നോളും. ഒഴുകി കിടക്കത്തില്ല. നല്ല സ്റ്റിഫായിട്ട് ഇരുന്നോളും. അപ്പം നമ്മളിങ്ങനെ സ്റ്റിച്ച് ചെയ്യുകയാണെങ്കിൽ ഇതുപോലെ ഫുള്ളായിട്ട് ഞാനിവിടെ ചെയ്തെടുത്തിട്ടുണ്ട്. അടുത്തരികും
അത്ര സ്റ്റിച്ച് ചെയ്തതിന് ശേഷം നമ്മൾ നേരത്തെ സ്റ്റിച്ച് ചെയ്തിരിക്കുന്ന ആ ഫ്രോക്കിലേക്ക് നമുക്ക് ഇത് കൂടി അറ്റാച്ച് ചെയ്ത് കൊടുക്കണം. അതിൻ്റെ താഴ്ഭാഗത്ത് നമുക്കിതും അറ്റാച്ച് ചെയ്ത് കൊടുക്കാം. 3 നെറ്റ് നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ അടിയിൽ 4ാമതായിട്ട് നമുക്കിത് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. ഇത് കറക്റ്റായിട്ട് ഇതുപോലെ വെച്ച് കൊടുക്കുക. എന്നിട്ട് വീണ്ടും അതെടുത്ത് വെച്ചിട്ട് നമുക്കത് സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഇപ്പോൾ തന്നെ നല്ല തിക്നെസ് വന്നിട്ടുണ്ട് പക്ഷേ നമുക്ക് ബർത്ത്ഡേക്ക് ആയതുകൊണ്ട് സ്റ്റിഫ് നെറ്റ് കൂടി നമ്മൾ വെക്കുന്നുണ്ട് നന്നായിട്ടിരിക്കാൻ വേണ്ടിയിട്ടാണ്. ഇതുപോലെ കറക്റ്റായിട്ട് വെച്ച് നമുക്കത് ചുറ്റിനും ഫ്രില്ലിട്ടെടുക്കാം. അത് ഫുള്ളായിട്ട് നമ്മൾ ഫ്രില്ലിട്ടെടുത്തതിന് ശേഷം നമുക്ക് പിന്നെ സ്റ്റിഫ് നെറ്റാണ് സ്റ്റിച്ച് ചെയ്യാനായിട്ട്. സ്റ്റിഫ് നെറ്റ് നമ്മൾ സ്റ്റിച്ച് ചെയ്യുമ്പോൾ ഒരു സ്റ്റിഫ് നെറ്റ് വിടുന്ന് നിൽക്കാനുള്ള ഒരു ട്രിക്ക് നമ്മളിതിൽ പറയുന്നുണ്ട്. അപ്പോൾ അത് ഫുള്ളായിട്ട് നിങ്ങൾ കണ്ടാൽ മാത്രമേ മനസ്സിലാവുള്ളൂ. ഇതുപോലെ ഒരു പീസ് നമ്മൾ എടുത്ത് വെക്കുന്നുണ്ട്. എന്നിട്ട് കുട്ടിയുടെ ദേഹത്ത് സ്റ്റിഫ് നെറ്റ് കൊണ്ട് കയറാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇതുപോലൊരു പീസ് നമ്മൾ വെക്കുന്നത്. എന്നിട്ട് ആ ഒരു പീസ് എത്രയാണോ അതിൻ്റെ നമ്മൾ ഫുൾ ലെങ്തിൽ നിന്ന് ആ പീസിൻ്റെ അളവ് കുറച്ചിട്ടാണ് നമ്മൾ സ്റ്റിഫ് നെറ്റ് എടുക്കുന്നത്. 2 ഇഞ്ച് കൂടി ഫുൾ ലെങ്തിൽ നിന്ന് 2 ഇഞ്ച് കുറച്ചിട്ട് അതിൽ നിന്ന് നമ്മൾ മുകളിൽ എത്രയാണോ വയ്ക്കുന്നത് അതനുസരിച്ച് കുറച്ചിട്ടാണ് എടുക്കാനായിട്ട്. അത് നമ്മളിവിടെ എടുത്തിട്ടുണ്ട്. അതിനായിട്ട് 3 പീസാണ് നമ്മൾ സ്റ്റിഫ് നെറ്റ് എടുത്തിരിക്കുന്നത്. നല്ല തിക്കായിട്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് 3 പീസ് എടുക്കുന്നത്. ഇതുപോലെ 3 പീസ് എടുക്കുക. എന്നിട്ട് അതെല്ലാം കൂടി ഒന്ന് യോജിപ്പിച്ചെടുക്കുക. എന്നിട്ട് നമുക്ക് മുകളിൽ വെക്കുന്ന ആ പീസ് ഒന്ന് യോജിപ്പിച്ചെടുക്കുക. ഇതുപോലെ കറക്റ്റായിട്ട് വെച്ച് അതിൻ്റെ അരികെ നമുക്കൊന്ന് അടിച്ചെടുത്തതിന് ശേഷം സ്റ്റിഫ് നെറ്റ് നമുക്ക് ഫുള്ളായിട്ടൊന്ന് അടിച്ചെടുക്കണം. 3 പീസ് കൂടി ഒരുമിച്ച് വെച്ചിട്ട് നമുക്കത് സ്റ്റിച്ച് ചെയ്തെടുക്കണം. ഞാനിവിടെ കറക്റ്റായിട്ട് ഫുള്ളായിട്ട് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. സ്റ്റിഫ് നെറ്റ് ഫുള്ള് സ്റ്റിച്ച് ചെയ്തെടുക്കുക. സ്റ്റിച്ച് ചെയ്തെടുത്തിട്ട് നമുക്ക് ആ മുകളിൽ വെക്കുന്ന പീസിലേക്കാണ് നമ്മൾ സ്റ്റിഫ് നെറ്റ് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നത്. അതിന് ശേഷമാണ് സ്കർട്ട് പാർട്ടിൽ നമ്മൾ ഫ്രോക്കിൽ അറ്റാച്ച് ചെയ്ത് കൊടുക്കുന്നത്. ഇതുപോലെ ഞാൻ ഫുള്ളായിട്ട് ഇവിടെ ഞൊറിട്ട് കൊടുക്കുകയാണ്. നമ്മൾ ആ മെറ്റീരിയലിൽ വെച്ചിട്ട് ഞൊറിട്ട് കൊടുക്കുമ്പോഴത്തേക്കും ഇതുപോലെ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക. ആദ്യം ഒരു വലിയ ഞൊറ് പുറത്തേക്ക് കൊടുക്കുക. എന്നിട്ട് ആ ഞൊറിൽ നിന്ന് ഒരു ഞൊറ് ഉള്ളിലേക്ക് കൊടുക്കുക. ഇതുപോലെ പുറത്തേക്ക് കൊടുക്കുക, പിന്നെ ഉള്ളിലേക്ക് കൊടുക്കുക. ഇതുപോലെ കറക്റ്റായിട്ട് കൊടുക്കുക. എന്നാലേ വിരിഞ്ഞ് നിൽക്കുകയുള്ളൂ. ഇതുപോലെ പുറത്തേക്ക് കൊടുക്കുക, പിന്നെ ഇങ്ങനെ ഉള്ളിലേക്ക് മടക്കുക. അതിനെ അതുപോലെ നമ്മൾ ചെയ്തെടുക്കുക. ഇങ്ങനെ വലിയ പീസ് മടക്കുക, പിന്നെ അതിൻ്റെ ഓപ്പോസിറ്റ് മടക്കുക. ഒരു വലിയ പീസ് മടക്കുക, പിന്നെ അതിൻ്റെ ഓപ്പോസിറ്റ് മടക്കുക. ആ പീസ് തന്നെയാണ് നമ്മൾ ഓപ്പോസിറ്റ് ചെറുതായിട്ട് മടക്കുന്നത്. ഇതുപോലെ ആ വലിയ ഫ്രില്ല് വെച്ചിരിക്കുന്ന മെറ്റീരിയൽ തന്നെയാണ് ഇതുപോലെ ഉള്ളിലേക്ക് മടക്കുന്നത്. നിങ്ങൾക്ക് ആ വീഡിയോ ശ്രദ്ധിച്ച് കണ്ടാൽ മനസ്സിലാവും. ഇതുപോലെ ഇതുപോലെ ചുറ്റിനും നന്നായിട്ട് വിടുന്ന് നിന്നോളൂ. ഇങ്ങനെ ഫ്രില്ലിട്ടെടുക്കുകയാണെങ്കിൽ അല്ലാതെ നമ്മൾ ചുമ്മാ ഞൊറ് ഫ്രില്ലിട്ടെടുത്താൽ വിരിഞ്ഞിരിക്കില്ല. ഇപ്പം ഇങ്ങനെ ചെയ്തെടുക്കുകയാണെങ്കിൽ നന്നായിട്ട് വിരിഞ്ഞിരിക്കും. ഇതുപോലെ എടുത്തിട്ട് ഉള്ളിലേക്ക് ഇങ്ങനെ ചെയ്താൽ മതി. ഇതുപോലെ വലിയ ഫ്രില്ലെടുക്കുക, ഉള്ളിലേക്ക് എടുക്കുക. അപ്പം നിങ്ങൾക്ക് മനസ്സിലായെന്ന് വരുന്നു. അങ്ങനെ എടുത്ത് കഴിയുമ്പോഴത്തേക്കും ഇതുപോലെ പൊങ്ങി നിന്നോളും, നല്ല വിരിഞ്ഞ് നിന്നോളും. എന്നിട്ട് നമുക്ക് പിന്നെ ഇത് മുകളിൽ വെച്ച് കൊടുത്തിട്ട് ഇത് വെച്ചിട്ട് അതിൻ്റെ മുകളിൽ ഇതുപോലെ നമ്മൾ ഫ്രോക്കിൻ്റെ പീസ് എടുത്ത് വെച്ച് കൊടുത്തിട്ട് അതും സ്റ്റിച്ച് ചെയ്തെടുക്കാൻ ചെറിയ ഞൊറിട്ട് കൊടുക്കാൻ മതി. അതുപോലെ ഫുള്ളായിട്ട് ചുറ്റിനും ഞൊറിട്ട് കൊടുക്കുക. അത്രയാണ് ചെയ്യേണ്ടത്. പിന്നെ നമ്മൾ ഇതിൻ്റെ ഉള്ളിൽ ഒരു പീസ് കൂടി കൊടുക്കുന്നുണ്ട്. ഒരു പീസ് കൂടി കൊടുക്കുന്നതെന്ന് വെച്ചാൽ ഒട്ടും സ്റ്റിഫ് നെറ്റ് കുട്ടിയുടെ മേത്ത് കൊണ്ട് കയറരുത്. അതിന് വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ ചെയ്തെടുക്കുന്നത്. സ്റ്റിഫ് നെറ്റ് വെച്ച് കഴിയുമ്പോൾ പിള്ളേർക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ്, മേത്ത് കൊണ്ട് കയറുക എന്നൊക്കെ പറയും. അത് വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ ചെയ്തെടുക്കുന്നത്. ഇതുപോലെ ഫുള്ളായിട്ട് ചുറ്റിനും സ്റ്റിച്ച് ചെയ്തെടുക്കുക. അതിനുശേഷം അടുത്ത പീസ് നമ്മളെടുത്ത് വെച്ചു. എന്നിട്ട് വീണ്ടും അതിൻ്റെ ഉള്ളിലേക്ക് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതുപോലെ ഞൊറിട്ട് കൊടുക്കുക. അപ്പം നമ്മളിപ്പോൾ എത്ര പീസ് വെച്ചിട്ടുണ്ട്? 3 നെറ്റ് വെച്ചിട്ടുണ്ട്. അതിൻ്റെ ഉള്ളിൽ ഒരു ലൈനിങ് വെച്ചിട്ടുണ്ട്. അതിൻ്റെ ഉള്ളിൽ നമ്മൾ വീണ്ടും സ്റ്റിഫ് നെറ്റ് വെക്കാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ട്. അതിൻ്റെ ഉള്ളിൽ വീണ്ടും നമ്മളൊരു ലൈനിങ് കൂടി വെച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പം നല്ല വിടുന്നിരുന്നോളും. എന്നിട്ട് നമ്മൾ ഈ ഫ്രോക്കിൽ കുറച്ച് ബട്ടർഫ്ലൈസ് കൊടുക്കുന്നുണ്ട്. അതിന് വേണ്ടിയിട്ട് നമ്മൾ ഇതുപോലെ ബട്ടർഫ്ലൈസ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതുപോലെ കറക്റ്റായിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ട് ഇതുപോലെ വെച്ച് കൊടുക്കും. എന്നിട്ട് അതിൽ ബീഡ്സ് അറ്റാച്ച് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഒരു വലുതും ഒരു ചെറുതുമായിട്ടാണ് നമ്മൾ ചെയ്തെടുത്തിരിക്കുന്നത്. അങ്ങനെ 12 പീസ് വീതം നമ്മൾ 24 പീസ് ചെയ്തെടുത്തിട്ടുണ്ട്. അതെന്ന് വെച്ചാൽ നമ്മൾ സ്കർട്ടിൻ്റെ താഴ്ഭാഗത്ത് ചുറ്റിനായിട്ട് കൊടുക്കുന്നുണ്ട് ബട്ടർഫ്ലൈസ്. ഇതുപോലെ
മുകളിലത്തെ പീസ് മാത്രം എടുക്കുക. എടുത്തതിന് ശേഷം അതിലിങ്ങനെ ബട്ടർഫ്ലൈസ് കൊടുത്തിട്ട് നമുക്കിതുപോലെ പഞ്ചിങ് മെഷീൻ യൂസ് ചെയ്ത് പഞ്ച് ചെയ്ത് കൊടുക്കാം. ഒരു വൈറ്റ് ബീഡ്സ് പഞ്ച് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ആ ചുറ്റിനും അതുപോലെ തന്നെ ഇതെടുക്കാം. എന്നിട്ട് നമ്മളത് ആ ഷോൾഡറിൻ്റെ സൈഡിലും ഇതുപോലെ വെച്ച് കൊടുക്കുന്നുണ്ട്. 2 ഷോൾഡറിലും നമ്മളിതുപോലെ തന്നെ വെച്ച് കൊടുക്കുകയാണ്. കറക്റ്റായിട്ട് ഇതുപോലെ നമുക്ക് ബട്ടർഫ്ലൈസ് വെച്ച് കൊടുക്കാം. അപ്പോൾ നല്ല ഭംഗിയായിരിക്കും. ഇതുപോലെ ബട്ടർഫ്ലൈസ് വെച്ച് കൊടുത്താൽ ഇതുപോലെ ചുറ്റിന് നമ്മൾ ബട്ടർഫ്ലൈസ് വെച്ച് കൊടുക്കുക, ഷോൾഡറിന് വെച്ച് കൊടുക്കുക. പിന്നെ നമ്മളൊരു ബോയുടെ സ്റ്റിച്ച് ചെയ്യുന്നുണ്ട്. ബോയിലും നമ്മൾ ബട്ടർഫ്ലൈസ് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. നമുക്കൊരു ബോയോട് സ്റ്റിച്ച് ചെയ്തെടുക്കാം. അതിന് വേണ്ടിയിട്ട് നമ്മൾ ഇതുപോലെ പ്ലെയിൻ നെറ്റ് എടുത്തിട്ടുണ്ട്. ആ പ്ലെയിൻ നെറ്റിൽ ഫ്രില്ലിട്ട് കൊടുക്കുകയാണ് നെറ്റ്. പിന്നെ ഒരു മെറ്റീരിയൽ ഇതുപോലെ ഉള്ളിൽ വെക്കാൻ വേണ്ടി നമ്മൾ എടുത്തിട്ടുണ്ട്. കോട്ടൻ്റെ മെറ്റീരിയലാണ് എടുത്തിരിക്കുന്നത്. ഇതുപോലെ 2 പീസ് എടുത്തിട്ടുണ്ട്. ആ 2 പീസും നമുക്കൊന്ന് അടിച്ച് മറിച്ചെടുക്കണം. ഒരു പീസ് വലുത്, ഒരു പീസ് ചെറുതായിട്ടാണ്. ബാക്കിൽ ഇലാസ്റ്റിക് പിടിപ്പിക്കാനുള്ള പീസാണ് ചെറുത്. അങ്ങനെ നമുക്കത് സ്റ്റിച്ച് ചെയ്തെടുക്കാം. എന്നിട്ടൊന്ന് മറിച്ചെടുക്കണം. 2 പീസും ഞാനിവിടെ മറിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. 2 പീസും മറിച്ചെടുത്തിട്ട് അതിൻ്റെ മുകളിൽ നമ്മൾ ഫ്രില്ലിട്ട് കൊടുക്കുകയാണ്. പ്ലെയിൻ നെറ്റ് വെച്ച് ഫ്രില്ലിട്ട് കൊടുക്കും. പ്ലെയിൻ നെറ്റ് വെച്ച് ഫ്രില്ലിട്ട് കൊടുത്തതിന് ശേഷം ഞാൻ ഇവിടെ മറിച്ചെടുത്തിട്ടുണ്ട്. അതിന് ശേഷം നമുക്ക് പ്ലെയിൻ നെറ്റ് വെച്ച് ഫ്രില്ലിട്ട് കൊടുക്കാം. ഇതുപോലെ ചെറിയ ചെറിയ കുഞ്ഞു ഫ്രിൽസ് ഇട്ട് കൊടുത്താൽ ചേർത്ത് ഫ്രിൽസ് ഇട്ട് കൊടുക്കുക. ഇതുപോലെ കറക്റ്റായിട്ട് നമുക്കത് ഫുള്ളായിട്ട് ഫ്രില്ലിട്ട് കൊടുക്കുക. 3 പീസ് 4 പീസ് ഞാൻ നെറ്റ് ഇവിടെ എടുത്ത് വെച്ചിട്ടുണ്ട് ഫ്രില്ലിടാനായിട്ട്. കറക്റ്റായിട്ട് വെച്ച് ഇതുപോലെ ചേർത്തങ്ങ് ഫ്രില്ലിട്ട് കൊടുത്താൽ മതി. എന്നിട്ട് നമ്മൾ ഇത് ഫുള്ളായിട്ട് ഞാൻ ഫ്രില്ലിട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നമ്മൾക്ക് ഒരു ബട്ടർഫ്ലൈ സ്റ്റിച്ച് ചെയ്യുന്ന രീതിയിൽ നമുക്കൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം. ബട്ടർഫ്ലൈ അല്ല, ഒരു രീതിയിൽ നമുക്ക് ഇതുപോലെ ഒന്ന് 2 സൈഡും മടക്കിയിട്ട് ഒന്ന് മടക്കി സ്റ്റിച്ച് ചെയ്തെടുത്തിട്ട് ഇതിൽ കൊടുക്കാനുള്ളതാണ്. ബട്ടർഫ്ലൈസ് പോലെ ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുക്കുക. എന്നിട്ട് മറിച്ചിട്ടിട്ട് ഇതുപോലെ സെൻറ്റർ ഭാഗത്ത് കൊണ്ടുവന്ന് അത് രണ്ടും വെച്ചിട്ട് 2 സൈഡും നമുക്കൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കണം. എന്നിട്ട് അത് മറിച്ചെടുക്കണം. മറിച്ചിട്ടാണ് നമുക്ക് സ്റ്റിച്ച് ചെയ്യാനുള്ളത്. ഇതുപോലെ 2 സൈഡും ഒന്ന് സ്റ്റിച്ച് ചെയ്തിട്ട് നമുക്കത് മറിച്ചെടുക്കാം. മറിച്ചെടുത്തിട്ട് കോണുകളെല്ലാം കറക്റ്റാക്കി കൊടുക്കുക. ഇതുപോലെ കോണുകളെല്ലാം കറക്റ്റാക്കി കൊടുക്കുക. മറിച്ചെടുത്ത് എന്നിട്ട് നമുക്ക് ഇതുപോലെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം. നമുക്കിനി ബാക്കിലുള്ള ഇലാസ്റ്റിക് ഒന്ന് അറ്റാച്ച് ചെയ്ത് കൊടുക്കണം. ബാക്കിൽ ഇലാസ്റ്റിക് ഉള്ളിൽ കയറ്റി കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് എത്രയാണോ അളവ് വേണ്ടത് നമ്മൾ നന്നായിട്ട് ചുരുക്കി കൊടുക്കുക. നന്നായിട്ട് ഇതുപോലെ ചുരുക്കി കൊടുത്തതിന് ശേഷം ഇലാസ്റ്റിക് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. ഇതുപോലെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ബാലൻസ് വരുന്നത് നമുക്ക് കട്ട് ചെയ്ത് മാറ്റാം. കട്ട് ചെയ്ത് മാറ്റിയിട്ട് സെൻറ്ററിൽ കൂടി ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. ഇതുപോലെ വലിച്ച് പിടിച്ച് സെൻറ്ററിൽ കൂടി ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നമുക്കിത് ഒന്ന് അറ്റാച്ച് ചെയ്ത് കൊടുക്കണം. ഫ്രണ്ടുമായിട്ട് ഇതുപോലെ വെച്ച് കൊടുത്ത് മടക്കി ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം. 2 സൈഡും ഇതുപോലെ കറക്റ്റായിട്ട് വെച്ച് നമുക്കത് സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഇതുപോലെ കറക്റ്റായിട്ട് പിടിച്ച് 2 സൈഡും നമ്മളിവിടെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇത്രയേ ഉള്ളൂ ഒരു ബോ എന്ന് പറയുന്നത്. അതിൻ്റെ മുകളിലായിട്ട് നമ്മൾ പിന്നെ ഫ്രണ്ട് ഭാഗത്ത് നമ്മൾ പിന്നെ ആ മെറ്റീരിയൽ സ്റ്റിച്ച് ചെയ്ത് വെച്ചിരിക്കുന്നത് അത് കൈ കൊണ്ട് തുന്നി കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇതുപോലെ സൂചി നൂല് ഉപയോഗിച്ച് നമുക്കൊന്ന് തുന്നിയെടുക്കാം. അത് നമ്മൾ ഇവിടെ തുന്നി എടുത്തിട്ടുണ്ട്. അതിൻ്റെ മുകളിൽ നമ്മൾ ബട്ടർഫ്ലൈസും കൊടുത്തിട്ടുണ്ട്. ഇതാണ് ഫൈനൽ ലുക്ക് വരുന്നത്. നമ്മൾ ആരെ ആശ്രയിക്കാണ്ട് നമ്മുടെ മക്കൾക്കൊക്കെ ഒരു ഫ്രോക്ക് വളരെ സിമ്പിളായിട്ട് വളരെ വേഗത്തിൽ തന്നെ നമുക്ക് ചെയ്തെടുക്കാൻ കഴിയും. എൻ്റെ ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. വീഡിയോ കണ്ട എല്ലാവർക്കും താങ്ക് യു ഫോർ വാച്ചിങ്.